ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓഡിറ്റിംഗ് മൊഡ്യൂളിനകത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ചധികം MCQs നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. നമുക്കറിയാം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് 10 മാർക്ക് നേടിയെടുക്കാം. അപ്പൊ ആ ഒരു എന്താണ് എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ പിക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് PSC ചേഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോണം, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ എന്ന് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ് വൗച്ചിങ് ഫ്രം വേരിഫിക്കേഷൻ. വേരിഫിക്കേഷനും വൗച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ബെസ്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വൗച്ചിങ് ചെക്ക് ദ അസെറ്റ്, വേരിഫിക്കേഷൻ ചെക്ക് ദ ലൈബിലിറ്റി. അങ്ങനെയാണോ വൗച്ചിങ് വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെയാണോ മക്കളെ? അടുത്ത നോക്കിയേ, വൗച്ചിങ് ചെക്ക് ദ ഡോക്യുമെന്റ് സപ്പോർട്ടിംഗ് ട്രാൻസാക്ഷൻ. വൗച്ചിങ് ടെസ്റ്റ് ദ ഡോക്യുമെന്റ് സപ്പോർട്ടിംഗ് ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷന്റെയും നമ്മൾ എഴുതുമ്പോഴത്തേക്ക് അതിനകത്തുള്ള സോഴ്സ് ഡോക്യുമെന്റ് ഉള്ളോ അത് കൃത്യമാണോ എന്നുള്ള ചെക്ക് ചെയ്യുകയാണ് വൗച്ചിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേരിഫിക്കേഷൻ ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് വാല്യുവേഷൻ ഓഫ് അസെറ്റ്. ആ ഒരു അസെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ്. അതിന്റെ വാല്യൂവിനെ ചെക്ക് ചെയ്യുകയാണ് ഇതിനകത്തെന്ന് പറയുന്നത് വേരിഫിക്കേഷനകത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത നോക്കിയേ, വൗച്ചിങ് ഈസ് ഡൺ ഓൺലി ഇന്റേണൽ ഓഡിറ്റർ. വൗച്ചിങ് നടത്തുന്നത് ഇന്റേണൽ ഓഡിറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. വേരിഫിക്കേഷൻ നടത്തുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. വൗച്ചിങ് എൻഷുർ ദ കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. വൗച്ചിങ് എൻഷുർ ദ കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. വേരിഫിക്കേഷൻ എൻഷുർ ദ ആക്യുറസി. ഏതാ മക്കളെ ആൻസർ വരുന്നത്? വളരെ സിമ്പിൾ അല്ലേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഏതാ നിങ്ങൾ മാർക്ക് ചെയ്തേ, ഏതാ ആൻസർ വന്നേക്കുന്നത്? നിങ്ങൾക്ക് അറിയാം എന്താണ് വൗച്ചിങ് എന്നും എന്താണ് വേരിഫിക്കേഷൻ എന്നും. അറിയത്തില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കണം. ബിക്കോസ് ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഏതാ നിങ്ങൾ മാർക്ക് ചെയ്തോ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആണ്. വൗച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് വൗച്ചർ സപ്പോർട്ടിംഗ് ട്രാൻസാക്ഷൻ ആണ്. അറിയത്തില്ലാത്തൊരു നോട്ട് ചെയ്ത് വെച്ചോണം. വൗച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സാമിനേഷൻ ഓഫ് വൗച്ചർ സപ്പോർട്ട് ട്രാൻസാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? വൗച്ചിങ് എന്ന് പറയുന്നത്. വേരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ചെക്കിംഗ് ദ എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി. അസറ്റ്സിന്റെയും ലൈബിലിറ്റിയുടെയും എക്സിസ്റ്റൻസും ഓണർഷിപ്പിന്റെയും അതിന്റെ വാല്യുവേഷനുമാണ് ഏതെന്ന് പറയുന്നത്? വേരിഫിക്കേഷൻ എന്ന് പറയുന്നത്. വൗച്ചിങ്ങും വേരിഫിക്കേഷനും തമ്മിലുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള ഡിഫറൻസ് കിട്ടിയല്ലോ. ക്ലിയർ ആണല്ലോ? മനസ്സിലാക്കി വെക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്റേണൽ ചെക്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്റേണൽ ചെക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്റേണൽ ചെക്കിന്റെ ഫീച്ചർ ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചത്. മാർക്ക് ചെയ്തോണേ മക്കളെ, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. കണ്ടിന്യൂസ് വേരിഫിക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഓപ്പറേഷൻ. കണ്ടിന്യൂസ് വേരിഫിക്കേഷൻ ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഓപ്പറേഷൻ. റുട്ടീൻ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിഫിക്കേഷൻ നടത്തുകയാണ് ഇന്റേണൽ ചെക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട്, കണ്ടക്റ്റഡ് ഓൺലി വൺസ് എ ഇയർ. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം കണ്ടക്ട് ചെയ്യുന്നതാണ് ഇന്റേണൽ ചെക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോക്കസ് സ്ലോലി ഓൺ മാനേജ്മെന്റ് എഫിഷ്യൻസി. ഫോക്കസിങ് സ്ലോലി ഓൺ മാനേജ്മെന്റ് എഫിഷ്യൻസി ആൻഡ് കണ്ടക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഓഡിറ്റർ. എക്സ്റ്റേണൽ ഓഡിറ്റർ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഏതാ മക്കളെ? വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആൻസർ ചെയ്യും. നിങ്ങൾ മാർക്ക് ചെയ്തോ? ഏതാ ആൻസർ വരുന്നത്?
ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് ഈസ് എ ഡേ ടു ഡേ സിസ്റ്റം. ഒരു ഡേ ടു ഡേ ചെക്ക് സിസ്റ്റം ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. ഇതെന്താണ്? റുട്ടീൻ ആയിട്ടുള്ള ഓപ്പറേഷനുകളിലൂടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഡേ ടു ഡേ ഓരോ ദിവസവും എന്താണ്? ദ കണ്ടിന്യൂസ് വെരിഫിക്കേഷൻ ആണ് ആസ് ദ പാർട്ട് ഓഫ് റുട്ടീൻ ഓപ്പറേഷൻ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കാണ് മാനേജ്മെന്റ് ഓഡിറ്റ് ഈസ് എ ഫ്യൂച്ചർ ഓറിയന്റഡ്. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ഓറിയന്റഡ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? മാനേജ്മെന്റ് ഓഡിറ്റ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടാണോ ഉള്ളതാണോ? ഓർത്തോണം കേട്ടോ. ഡിസിഷൻ മേക്കിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റിംഗ് ആണ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ്. ഇവിടെ അസേർഷൻ പറഞ്ഞേക്കുന്ന മാനേജ്മെന്റ് ഓഡിറ്റ് ഈസ് ഫ്യൂച്ചർ ഓറിയന്റഡ്. ഇത് റീസൺ പറഞ്ഞേക്കാണ് ഇറ്റ് ഇവാലുവേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഇവാലുവേറ്റ് ദ എഫിഷ്യൻസി ഓഫ് all departments to improve the decision making. അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ എഫിഷ്യൻസിയെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ രീതിയിൽ ആക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഏത് ആൻസർ വരുന്നത്? അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? അതോ അസേർഷനും റീസണും കറക്റ്റ് ആണ്, റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണോ? എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ് ആണോ? എ ഈസ് ഫോൾസ്, ആർ ഈസ് ട്രൂ ആണോ? ഏതാ മക്കളെ ആൻസർ വരുന്നത്? ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ. രണ്ടും ശരിയാണ് അല്ലെ. മാനേജ്മെന്റ് ഓഡിറ്റ് ഫോക്കസിംഗ് ഓൺ എഫിഷ്യൻസി ആൻഡ് ഫ്യൂച്ചർ ഇംപ്രൂവ്മെന്റ്സ്. ഹെൻസ് ദ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൃത്യമായി അസർട്ടൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് എഫിഷ്യൻസി എന്ത് ചെയ്യുക ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, which of the following is a principal aspects of audit? ഓഡിറ്റിന്റെ പ്രിൻസിപ്പൽ ആസ്പെക്ട്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിവ്യൂവിംഗ് ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ റിവ്യൂ ചെയ്യുക. പ്ലാനിംഗ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, അതുപോലെ ഹയറിംഗ് ന്യൂ എംപ്ലോയീസ്, അപ്രൂവിംഗ് ലോണ്. ഏതായിരിക്കും ഈ പ്രിൻസിപ്പൽ ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റ്? ഓഡിറ്റിന്റെയാണ്. റിവ്യൂവിംഗ് ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആണോ? അല്ലേ? അതോ പ്ലാനിംഗ് ദ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആണോ? അല്ല. ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്. എന്താണ്? ഓഡിറ്റേഴ്സ് എക്സാമിൻ ദ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ബുക്സ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെക്രട്ടേറിയൽ ഓഡിറ്റ്. സെക്രട്ടേറിയൽ ഓഡിറ്റ് ഈസ് പ്രിമിനർലി ഫോക്കസിംഗ് ഓൺ. സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സെക്രട്ടേറിയൽ ഓഡിറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണെന്ന്. അപ്പൊ ഇവിടെ നോക്കിയേ, സെക്രട്ടേറിയൽ ഓഡിറ്റ് പ്രിമിനർലി ഫോക്കസിംഗ് ഓൺ കോസ്റ്റ് കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ ആണോ? അല്ല, അത് കോസ്റ്റ് ഓഡിറ്റ് ആണ് അല്ലെ. ദ കംപ്ലൈൻസ് വിത്ത് ലീഗൽ ആൻഡ് എന്താണ് പ്രൊസീജിയർ റിക്വയർമെന്റ്സ്. ഏതാണ്? കംപ്ലൈൻസ് വിത്ത് ലീഗൽ അല്ലെ, ലീഗലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് പറയുന്നത് സെക്രട്ടേറിയൽ ഓഡിറ്റ്. സോ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. സെക്രട്ടേറിയൽ ഓഡിറ്റ് എൻഷുർ ദ കോർപ്പറേറ്റ് കംപ്ലൈൻസ് വിത്ത് ലോയർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെച്ചേ, സെക്രട്ടേറിയൽ ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് അല്ലെ. കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? അടുത്തത് നോക്കിയേ, സെക്രട്ടേറിയൽ ഓഡിറ്റ് എൻഷുർ ദ കംപ്ലയൻസ് വിത്ത് കമ്പനീസ് ലോ ബട്ട് നോട്ട് വിത്ത് സെബി റെഗുലേഷൻ. ഓർത്ത് വെച്ചേ, സെക്രട്ടേറിയൽ ഓഡിറ്റ് എൻഷുർ ദ കംപ്ലയൻസ് വിത്ത് കമ്പനി ലോ നോട്ട് വിത്ത് സെബി റെഗുലേഷൻ. ശരിയാണോ മക്കളെ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയുള്ളത്? മാർക്ക് ചെയ്തോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതായത് സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി ആണോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. ഇവിടെ ഓർത്ത് വെക്കുക, സെക്രട്ടേറിയൽ ഓഡിറ്റ് കവർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് കവർ ചെയ്യുന്നുണ്ട് സെക്രട്ടേറിയൽ ഓഡിറ്റിനകത്ത്. സെബി ആക്ട് കവർ ചെയ്യുന്നുണ്ട്, ഫെമ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേരിയസ് അതർ ലോസ്, മറ്റ് ലോകളും ഒക്കെ കവർ ചെയ്താണ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സെബിയുടെ ലോ കവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് അത് തെറ്റാണ് കേട്ടോ. ഓർത്ത് വെച്ചോണം. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആരാണെന്ന് ഓർത്ത് വെച്ചോണം. സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചോണം.
അപ്പം നമ്മളുടെ CC-യിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മളുടെ 2 ബാച്ചുകൾ, നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ബാച്ച് നമ്മൾ എന്ത് ചെയ്തു, നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ 2ാമത്തെ ബാച്ച് എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. PDF നോട്ടുകളും റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാം ഡിസ്കഷനുകളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പ്രോപ്പർ വേയിലുള്ള നമ്മുടെ 2ാമത്തെ ബാച്ച് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ട ഈ ഒരു എക്സാം നേടിയെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട്, ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന എക്സാം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉടൻ തന്നെ ഉറപ്പിക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് പ്രൊഫഷണൽ ഈസ് ഓതറൈസ്ഡ് ടു കണ്ടക്ട് ദ സെക്രട്ടേറിയൽ ഓഡിറ്റ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കണ്ടോ, കമ്പനീസ് ആക്ട് പ്രകാരം ഏത് പ്രൊഫഷണൽ ആണ് എന്നാണ് ഓതറൈസ് ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ആരാണ്? കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. ഓപ്ഷൻ ബി, കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ആണ് അല്ലേ. ദ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഈസ് അപ്പോയിന്റഡ് ആസ് ദ സെക്രട്ടേറിയൽ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ. ഏത് സെക്ഷൻ ആണെന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. സെക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചോണം. കമ്പനീസ് ആക്ടില് സെക്ഷൻ 2 സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ CV പ്രകാരമാണ് ആരെ ഇതാക്കി മാറ്റിയിരിക്കുന്നത്, സെക്രട്ടേറിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് കമ്പനി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കോസ്റ്റ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് പ്രിമിനർലി ടു. കോസ്റ്റ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് പ്രിമിനർലി ടു. ആരാണ് കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? എൻഷുർ ദ സ്റ്റാറ്റ്യൂട്ടറി കോസ്റ്റ് ഓഡിറ്റ് ഈസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എൻഷുർ ദ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ആണോ? അല്ല. അതെന്തിനു വേണ്ടിയാണ്? അതേതാണ്? സെക്രട്ടേറിയൽ ഓഡിറ്റിനകത്ത് വരുന്നതല്ലേ. വെരിഫൈ ദ ഇൻകം ടാക്സ് ലൈബിലിറ്റി ആണോ? അല്ല. അത് ഇതിനകത്താണ്, ടാക്സ് ഓഡിറ്റിനകത്ത് വരുന്നതാണ്. കൺട്രോൾ ദ കോസ്റ്റ് ആൻഡ് യൂട്ടിലൈസ് ദ റിസോഴ്സസ് എഫക്റ്റീവ്ലി. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ. നമ്മൾ പഠിച്ചതാണ് കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്ന്. കോസ്റ്റ് ഓഡിറ്റ് റിവ്യൂസ് ദ കോസ്റ്റ് റെക്കോർഡ്സ് ടു എയ്ഡ്സ് ഇൻ ദി കോസ്റ്റ് കൺട്രോൾ, റിഡക്ഷൻ ആൻഡ് പ്രോപ്പർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമ്മുടെ ആപ്പിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയാണ്, ഓഡിറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്, കൃത്യമായിട്ട് പഠിച്ചോണം. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്, internal audit ensure the compliance with the legal requirements of a companies act. Internal audit ensure the compliance with the legal requirements of companies act. Statement 2 പറഞ്ഞേക്കാണ്, statutory audit is conducted by an external auditor appointed as per the lawyer. ഏതാ മക്കളെ? വളരെ സിമ്പിൾ ആണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്റേണൽ ഓഡിറ്റ് എൻഷുർ ചെയ്യുന്നത് കംപ്ലയൻസ് വിത്ത് ലീഗൽ റിക്വയർമെന്റ്സ് ഓഫ് കമ്പനീസ് ആക്ട് ആണ് പറഞ്ഞത്. കമ്പനീസ് ആക്ടിലെ ലീഗൽ റിക്വയർമെന്റ്സ് എൻഷുർ ചെയ്യാനായിട്ട്, അതിന്റെ കംപ്ലയൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്റർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ലോ പ്രകാരം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏതാ ശരിയായിട്ടുള്ളത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ശരിയായിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഇന്റേണൽ ഓഡിറ്റ് ഈസ് ദ ഇന്റേണൽ മാനേജ്മെന്റ് ടൂൾ ആണ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ മാനേജ്മെന്റ് ടൂൾ ആണ്. നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ റിക്വയർമെന്റ്സ് അല്ല. സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ റിക്വയർമെന്റിനുള്ള ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി ഏത് ഓഡിറ്റ് ആയിരുന്നു? സെക്രട്ടേറിയൽ ഓഡിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒക്കെയാണ് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി audit must be conducted by an external auditor as per the Companies Act. സെക്രട്ടേറിയൽ ഓഡിറ്റ് ആണ് ആര് എന്നാണ് നമ്മുടെ ലീഗൽ റിക്വയർമെന്റ്സിനൊക്കെ വേണ്ടിയുള്ളത് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആര് തന്നെയാണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള കമ്പനി പറഞ്ഞേക്കുന്ന ഒരു ഓഡിറ്റർ ആയിരിക്കും എക്സ്റ്റേണൽ ഓഡിറ്റർ, ലോ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ആൻ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ട്രൂ? നമുക്കറിയാം ഓഡിറ്റ് പ്രോഗ്രാം നമുക്ക് പഠിക്കാനുള്ളതാണ്, സിലബസ് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഓഡിറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ നോക്കിയേ. ഇറ്റ് എൻഷുർ ദ യൂണിഫോമിറ്റി, ഡെലിഗേഷൻ ഓഫ് വർക്ക് ആൻഡ് ആക്ട് ആസ് ദ എവിഡൻസ് ഓഫ് ഓഡിറ്റ് വർക്ക് അല്ലേ? ശരിയല്ലേ? ഓഡിറ്റ് ഇറ്റ് എൻഷുർ ദ യൂണിഫോമിറ്റി, delegation of work, act as an evidence of audit work. അതാണോ? The main purpose is to maintain the എന്താണ് secrecy of audit procedure ആണോ? അല്ല.
അടുത്ത നോക്കിയാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ക്ലൈന്റ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത് ടു ഗൈഡ് ദ ഓഡിറ്ററുടെ ഗൈഡൻസിൽ ക്ലൈന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണോ ടു എലിമിനേറ്റ് ദ നീഡ് ഫോർ ദ ഓഡിറ്റ് ജഡ്ജ്മെന്റിനെ നീഡ് എലിമിനേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഓഡിറ്റ് പ്രോഗ്രാം. ഇവിടെ ആൻസർ എ ആണ്. അതായത് എന്താണ് ഓഡിറ്റ് പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, എൻഷർ ചെയ്യുന്നുണ്ട് യൂണിഫോമിറ്റി, അതുപോലെ ഡെലിഗേഷൻ ഓഫ് വർക്കും, അതുപോലെ ആക്ട് ആസ് ആൻ എവിഡൻസ് ഓഫ് ഓഡിറ്റ് വർക്ക്. ഓർത്ത് വെച്ചോണം കേട്ടോ. ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം ഇവിടെ നോക്കിയാൽ എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഓഡിറ്റ് പ്രോഗ്രാം പെട്ടെന്ന് പഠിച്ചേക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പെട്ടെന്ന് പഠിച്ചേക്കാം. ഓഡിറ്റ് പ്രോഗ്രാം serves as the blueprint, helps to assign the task and it set the time limit, ensure the uniformity and provide the evidence of work. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്ലൂ പ്രിന്റ് ആണ് അല്ലെ, ആ ഓഡിറ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. അവിടെ ഏതൊക്കെ ടാസ്കുകളാണ് അസൈൻ ചെയ്തേക്കുന്നത്, അതിന്റെ ടൈം ലിമിറ്റ് എത്രയാണ്, അതിനൊരു യൂണിഫോമിറ്റി, അതിന്റെ എവിഡൻസും ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്, ഓർത്ത് വെച്ചാണ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഓഡിറ്റർ നോട്ട് എ ക്ലൈന്റ്. ഇത് ദ പർപ്പസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ് ആൻഡ് കൺട്രോൾ, നോട്ട് ദ സീക്രസി ആൻഡ് ജഡ്ജ്മെന്റ് കനോട്ട് ബി എലിമിനേറ്റഡ്. ഇവിടെ ജഡ്ജ്മെന്റ് ഒന്നും എലിമിനേറ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രിക്ട്ലി ഫോളോഡ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസഡ്വാൻറ്റേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രിക്ട്ലി ഫോളോവിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം. ഏതാണ് ഡിസഡ്വാൻറ്റേജ് ഏതാണ്, ഹെൽപ്സ് ഇൻ ദി കോർഡിനേഷൻ എമംഗ് ദ ഓഡിറ്റ് ആക്ടിവിറ്റി, റെഡ്യൂസ് ദ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഓഫ്, അല്ലെ എല്ലാം ആ ഓഡിറ്റർ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് സ്റ്റാഫിന്റെ ക്രിയേറ്റിവിറ്റിയോ അവരുടെ ഇനീഷ്യേറ്റീവ്സിനോ ഒന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. സോ ഇവിടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്ന ഏതാണ്, ഓപ്ഷൻ ബി ആണ് അല്ലേ. അതായത് റിജിഡ് ആയിട്ടുള്ള ഒന്നാണ് ഓഡിറ്റ് പ്രോഗ്രാം. മേ വർക്ക് ദ മെക്കാനിക്കൽ അല്ലെങ്കിൽ റെഡ്യൂസ് ദ ഓഡിറ്റേഴ്സ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ജഡ്ജ്മെന്റ്. ആ ഓഡിറ്റ് ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു തയ്യാറാക്കി വെച്ചേക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം അതെന്ത് ചെയ്യാനായിട്ട്, പെർഫോം ചെയ്ത് പോകാനായിട്ട്. അടുത്ത നോക്കിയ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആയിട്ട് പറഞ്ഞേക്കാണ് എന്താണ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രൊവൈഡ്സ് ദ എവിഡൻസ് ടു സപ്പോർട്ട് ദ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് ആണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. റീസൺ പറഞ്ഞേക്കാണ്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ പ്രിപ്പയർഡ് ഓൺലി ബൈ ദ ഓഡിറ്റർ ഹിംസെൽഫ്. ആണോ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഓഡിറ്റർ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിവിടെ ശരിയായിട്ടുള്ളതാണോ? ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ സി ആണ്. ഓർത്ത് വെക്കുക, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഡു പ്രൊവൈഡ് ദ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിന്റെ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന തന്നെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. അത് ദേ ആർ പ്രിപ്പയർഡ് ബൈ ഓഡിറ്റ് സ്റ്റാഫ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓർത്ത് വെച്ചാണ് കേട്ടോ, ഓഡിറ്റ് സ്റ്റാഫ് ആണ് അണ്ടർ ദ സൂപ്പർവിഷൻ അല്ലെ, ഓഡിറ്ററുടെ സൂപ്പർവിഷനിൽ ഓഡിറ്റ് സ്റ്റാഫ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഒൺലി ദ ഓഡിറ്റർ ഹിംസെൽഫ്, നോട്ട് ഒൺലി ദ ഓഡിറ്റർ ഹിംസെൽഫ്. ഓഡിറ്റർ തന്നെയല്ല, ഓഡിറ്റ് സ്റ്റാഫുകളാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്ററുടെ ഒരു മേൽനോട്ടത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ പ്രൊഫഷണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ആൻ ഓഡിറ്റർ. ഒരു ഓഡിറ്റർക്ക് വേണ്ട പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. അയാളുടെ പേഴ്സണൽ ക്വാളിറ്റീസ് അല്ല, പ്രൊഫഷണൽ ക്വാളിറ്റീസ്. നോളജ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ പ്രൊഫഷണൽ ക്വാളിറ്റി. വിജിലൻസ് ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി ആണോ? അല്ല. അടുത്തത് നോക്കിയേ, എന്താണ് നോളജ് ഓഫ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. അടുത്ത ഹോണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി, അതൊക്കെ എന്താണ് അയാളുടെ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. ഇപ്പൊ ഇവിടെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആയിട്ട് വരുന്ന 1 ഉം 3 ആണ് അല്ലെ, 1 ഉം 3 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. പ്രൊഫഷണൽ ക്വാളിറ്റീസ് ലൈക്ക് നോളജ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ്, അതുപോലെ തന്നെ എന്താണ് ഇൻകം ടാക്സ് നോളജ്, അല്ലെങ്കിൽ എന്താണ് ഓഡിറ്റിംഗ് നോളജ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നോളജ്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ്. പേഴ്സണൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നതാണ് വിജിലൻസ്, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, അയാളുടെ പഞ്ച്വാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഏരിയയിൽ കുറച്ചധികം MCQസുകളാണ് ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ചധികം ടേമുകളുണ്ട്. ആ ടേമുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഏരിയ പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയുടെ മാക്സിമം MCQസുകൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.